ചെറുവത്തൂർ ഗ്രാമപഞ്ചായത്ത് പരിധിയിലെ തരിശുവയലുകളിൽ നെൽകൃഷി ചെയ്യുന്നതിനുള്ള ഒരുക്കങ്ങൾ ആരംഭിച്ചു. നീലേശ്വരം ബ്ലോക്ക് പഞ്ചായത്ത് ആഗ്രോ സർവീസ് സെന്ററിൽ ഞാറ്റടികൾ തയ്യാറാക്കി തുടങ്ങി. ദിസ് ന്യൂസ് സ്പോൺസർഡ് ബൈ ഉയർന്ന ഗുണനിലവാരം, തികഞ്ഞ വിശ്വസ്തത, ജനതാ പാൽ. കേരള സർക്കാരിന്റെ തരിശുനില നെൽകൃഷിയുടെ ഭാഗമായി 2025-26 വർഷത്തിൽ ചെറുവത്തൂർ കാടങ്കോട് കൊയാമ്പ്രം കൈപ്പാട്ടിലെ വയലിലാണ് കൃഷി ചെയ്യുന്നത്. ഇതിനുള്ള ഞാറ്റടികളാണ് ചെറുവത്തൂർ കൃഷിഭവന്റെ സഹകരണത്തോടെ നീലേശ്വരം ബ്ലോക്ക് പഞ്ചായത്തിലെ ആഗ്രോ സർവീസ് സെന്ററിൽ തയ്യാറാക്കുന്നത്. നീലേശ്വരം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് മാധവൻ മണിയറ ഞാറ്റടി ഉൽപാദനം വിത്തിട്ടുകൊണ്ട് ഉദ്ഘാടനം ചെയ്തു. ചെറുവത്തൂർ ഗ്രാമപഞ്ചായത്തിലെ കാടങ്കോട് കൈപ്പാട് പ്രദേശത്ത് ഇങ്ങനെയുള്ളൊരു സംരംഭം തരിശു രഹിത നെൽകൃഷി പദ്ധതിയുടെ ഭാഗമായിട്ട് 7-2 ആണ് അവിടെ വിള ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. ചെറുവത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡൻ്റായിരിക്കുമ്പോൾ തന്നെ ഈ ഉദ്യമത്തിന് നേതൃത്വം കൊടുത്തെങ്കിൽ പോലും പല സാങ്കേതിക കാരണങ്ങളാലും അന്ന് നമുക്കത് നടത്താൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല. പക്ഷേ നീലേശ്വരം ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ ആഗ്രോ സർവീസ് സെൻറ്റർ ഈ ടാസ്ക് ഏറ്റെടുത്തിരിക്കുകയാണ്. നമുക്കറിയാം, ഇടവപ്പാതി ആരംഭിക്കാൻ ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കുമ്പോഴാണ് ഈ വിത്തിടൽ കർമ്മം ഇവിടെ ആരംഭിക്കാൻ വേണ്ടി പോകുന്നത്. ഇതിനു മുമ്പ് തന്നെ കഴിഞ്ഞ പ്രാവശ്യം തിരുക്കോട് ഗ്രാമപഞ്ചായത്തിനകത്ത് ഏതാണ്ട് 10-12 ഹെക്ടർ കൃഷി ചെയ്ത് ഏറ്റവും നല്ല രീതിയിലേക്ക് നമുക്കത് കൊയ്യാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. തീർച്ചയായിട്ടും ആഗ്രോ സർവീസ് സെൻ്റർ എന്ന് പറഞ്ഞാൽ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള നമ്മുടെ ഒരു കൂട്ടം കൃഷിയോട് താല്പര്യമുള്ള, മണ്ണിനെ സ്നേഹിക്കുന്ന നമ്മുടെ പ്രവർത്തകരുണ്ട്. തീർച്ചയായിട്ടും അവരുടെ പരിപാലനം ഗ്രാമപഞ്ചായത്തും കൃഷിഭവനും സഹായിച്ചു കഴിഞ്ഞാൽ നമുക്ക് വലിയൊരു റിസൾട്ട് ഉണ്ടാക്കാൻ വേണ്ടി കഴിയും. കൊയ്ത്ത് യന്ത്രങ്ങളിലേക്ക് ആവശ്യമായ പായ ഞാറ്റടികൾ അതീവ ശ്രദ്ധയോടെയാണ് തയ്യാറാക്കുന്നത്. പ്രത്യേക പരിശീലനം ലഭിച്ച ആഗ്രോ സർവീസ് സെന്ററിലെ തൊഴിലാളികളാണ് ഈ ഉദ്യമത്തിന് പിന്നിൽ. മണ്ണും മണലും ചാണകവും ചേർത്ത മിശ്രിതത്തിലേക്ക് ഗുണമേന്മയുള്ള നെൽവിത്ത് പാകി മുളപ്പിച്ചാണ് പായ ഞാറ്റടികൾ ഒരുക്കുന്നത്. കൃഷിവകുപ്പ് ഉദ്യോഗസ്ഥരും പാടശേഖര സമിതി ഭാരവാഹികളും പ്രദേശവാസികളും ചടങ്ങിൽ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ.